മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡോക്ടർ ഹാരിസിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഗുരുതരമായ ആരോപണം ഒരു മന്ത്രി എന്ന നിലയിൽ അവർക്ക് തിരിച്ചെടുക്കാനാവുമോ? സർവീസ് കാലത്ത് ഉടനീളം രോഗികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച സത്യസന്ധനും മനുഷ്യസ്നേഹിയുമായ ഡോക്ടർ ഹാരിസ് അദ്ദേഹത്തിൻ്റെ യൂറോളജി വിഭാഗത്തിൽ മരുന്നില്ല, അനുബന്ധ ഉപകരണങ്ങളില്ല, അത് കാരണം ഓപ്പറേഷനുകൾ മുടങ്ങുന്നു എന്ന് പലവട്ടം അറിയിച്ചിട്ടും പറഞ്ഞിട്ടും പരാതിപ്പെട്ടിട്ടും പരിഹാരം ഉണ്ടാകാതെ വന്നപ്പോഴാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളോട് സംസാരിച്ചത്. അന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത് സത്യസന്ധനായ, കർമ്മനിരതനായ, മനുഷ്യസ്നേഹിയായ ഡോക്ടറാണ് ഹാരിസ് എന്നാണ്. അതുകൊണ്ട് ഇത് സിസ്റ്റത്തിൻ്റെ തകരാറാണ്, എല്ലാം പരിശോധിക്കും, നടപടിയെടുക്കും, എല്ലാം പരിഹരിക്കും എന്നാണ് പറഞ്ഞത്. പരിഹരിക്കുകയും ചെയ്തു. കാരണം ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞ അനുബന്ധ ഉപകരണങ്ങൾ വിമാനത്തിൽ കൊണ്ടുവരികയും തുടർന്ന് മാറ്റിവെച്ച ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയുടെ ഓപ്പറേഷൻ നടത്തുകയും ചെയ്തു. ഇപ്പോഴിതാ സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ 20 ലക്ഷം രൂപ വിലയുള്ള ഒരു ഉപകരണം മെഡിക്കൽ കോളേജിലെ ഹാരിസിൻ്റെ നേതൃത്വത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കാണാതായി, അത് മോഷണമാണ്, അത് പോലീസിന് കൈമാറേണ്ടി വരും എന്ന മട്ടിൽ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ആണ് ആരോഗ്യമന്ത്രി വീണ സംസാരിച്ചിരിക്കുന്നത്. ഒരു മുൻ മാധ്യമപ്രവർത്തകയായ വീണയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്വങ്ങളും ധാർമ്മിക ബോധവും എല്ലാം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അതൊന്നുമില്ല എന്ന് തെളിയിക്കുന്നതാണ് സത്യസന്ധനായ ഈ ഡോക്ടർക്കെതിരെ നടത്തിയിരിക്കുന്ന വിമർശനം. മന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നപ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട് ഗദ്ഗതത്തോടെയാണ് ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചത്. ഹാരിസ് പറഞ്ഞത് ആ ഉപകരണം അവിടെ തന്നെയുണ്ട്. 2 കൊല്ലം മുമ്പ് ഇത്തരം ഒരു ഉപകരണം കേടായതിനെക്കുറിച്ച് ആരോപണം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് അന്വേഷണം നടന്നു, നടപടികളുണ്ടായി. അവസാനം അത് ആ യന്ത്രം നൽകിയ കമ്പനിയുടെ മാനുഫാക്ചറിങ് ഡിഫക്റ്റാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ആലോചിച്ചു നോക്കൂ, സത്യം വിളിച്ചു പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥര് നേരിടേണ്ടി വരുന്ന ഗതികേടുകൾ ഇതെല്ലാം. മറ്റൊന്ന്, 65 കൊല്ലം മുമ്പുണ്ടായ സർവീസ് ചട്ടം ഈ ഡോക്ടർ ലംഘിച്ചു എന്നാണ് മന്ത്രി പറയുന്നത്. ഡോക്ടർ ഹാരിസിന് 56 വയസ്സായിട്ടില്ല. അപ്പോൾ അദ്ദേഹം ജനിക്കുന്നതിനും 10 കൊല്ലം മുമ്പ് ഉണ്ടായ നിയമനിർമ്മാണം, സർവീസ് ചട്ടം അദ്ദേഹം അനുസരിച്ചില്ല എന്നാണ്. എന്താണ് സർവീസ് ചട്ടം? സർക്കാർ വിരുദ്ധ പ്രസ്താവനകൾ നടത്താതിരിക്കുക, സർക്കാരിനെതിരെ വിമർശനങ്ങൾ നടത്താതിരിക്കുക. ഇത് വിമർശനമല്ലല്ലോ, സത്യമല്ലേ പറഞ്ഞത്. ദൈവമായാൽ പോലും ഞാൻ സത്യം പറയും എന്ന് പറഞ്ഞ സ്വദേശാഭിമാനിയെ നാട് കടത്തിയ ദിവാനായിരുന്നു ഭേദം എന്ന് നമുക്ക് തോന്നുന്നത്. കാരണം സ്വദേശാഭിമാനിയെ പിടിച്ച് ജയിലിലിട്ടില്ല, സ്വദേശാഭിമാനിയെ ദിവാൻ കള്ളനെന്ന് വിളിച്ചില്ല. പക്ഷേ ഇപ്പോൾ സത്യം പറയുന്നവനെ, സത്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്നവനെ, അത് ഡോക്ടറായാലും അദ്ദേഹത്തെ കള്ളൻ എന്ന് വിളിക്കുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് തരം താഴുന്നതാണ് സിസ്റ്റത്തിൻ്റെ തകരാറ്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ തകരാറാണ് എല്ലാറ്റിനും കാരണമെന്ന് പറഞ്ഞ മന്ത്രി വിരൽ ചൂണ്ടുന്നത് ഈ സർക്കാർ സംവിധാനത്തിൻ്റെ, ഈ മന്ത്രിസഭയുടെ സിസ്റ്റമില്ലായ്മയുടെ നേർക്കാണ് വിരൽ ചൂണ്ടുന്നത്.